ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം വിവേക ചൂടാമണിയിൽ 24 ശ്ലോകങ്ങളാണ് കഴിഞ്ഞത്. അവിടെ വേദാന്ത ശാസ്ത്രത്തിൽ പൂർണ്ണമായി അധികാരമാർക്കാണ്? ഈ വിഷയം ചിന്തിച്ചപ്പോഴാണ്, അധികാരിയെക്കുറിച്ച് നിരൂപണം ചെയ്യുമ്പോഴാണ് നമ്മൾ വിവേകം, വൈരാഗ്യം തുടങ്ങിയ സാധനകൾ ഒന്നൊന്നായി പഠിക്കുന്നത്. അതിലവസാനം എന്താണ് ഉപരതി എന്നുള്ളത് പറഞ്ഞു. എല്ലാ വിഷയങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ച് സ്വന്തം സ്വന്തം സ്ഥാനത്തിൽ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും ഉറപ്പിച്ചിരുത്തുന്നതാണ് ഉപരതി എന്ന്. തുടർന്ന് സാധനാസമ്പത്തിയിൽ അടുത്തതായിട്ട് തിതിക്ഷ എന്താന്ന് പറയുകയാണ്. അപ്പോൾ വിവേകം, വൈരാഗ്യം, ശമം, ദമം, ഉപരതി ഇത്രയും പറഞ്ഞു. അടുത്തതായിട്ട് തിതിക്ഷയാണ്. എന്താണ് തിതിക്ഷ? ചിലപ്പോൾ ആചാര്യൻ സർവദുഃഖങ്ങളെയും സഹിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ സർവദുഃഖങ്ങളെയും സഹിക്കാനുള്ള കഴിവ്, അതാണ് തിതിക്ഷ എന്ന് പറയും. സഹനം സർവദുഃഖാനാം തിതിക്ഷാസ നിഗദ്യതേ. സർവദുഃഖങ്ങളെയും സഹിക്കുന്നതാണ് തിതിക്ഷ. അപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ ദുഃഖങ്ങളെ സഹിക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു കഴിവ് തന്നെയാണ്. അന്ധഃകരണത്തിൻ്റെ വലിയ ഒരു നിയന്ത്രണം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. എന്നാൽ അതേ സമയത്ത് ദുഃഖങ്ങളെ എങ്ങനെ സഹിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. മറ്റുള്ളവരെ ശപിച്ചും തന്നെ ശപിച്ചും, അല്ലെങ്കിൽ പുറമെ സഹിക്കുന്നത് പോലെയൊക്കെ കാണിച്ച് ഉള്ളുകൊണ്ട് കരഞ്ഞും, അങ്ങനെയൊക്കെ ദുഃഖങ്ങളെ സഹിക്കാം. അപ്പോൾ കേവലം ദുഃഖം സഹിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? ഇതാണ് ഒരു ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം നമുക്കിവിടെ ലഭിക്കും. എന്നാൽ അതേ സമയത്ത് മറ്റൊരു വശം കൂടി ഉണ്ട് തിതിക്ഷയ്ക്ക്. ഇപ്പം ദുഃഖങ്ങളെ സഹിക്കുകയല്ലാണ്ട് വേറെ വഴിയില്ല ജീവിതത്തിൽ. ഏതൊരാൾക്കായാലും ജീവിതത്തിൽ ദുഃഖങ്ങൾ വന്നു ചേർന്നു, സഹിക്കുകയല്ലാണ്ട് വേറെ എന്താ വഴിയുള്ള? വല്ല വഴി ആർക്കെങ്കിലും അറിയോ? ബഹളം വയ്ക്കുക, ചാടി കളിക്കുക, ലഹള കൂടെ ഒക്കെ ചെയ്യുക, എന്നാലും സഹിക്കുകയല്ലാണ്ട് വഴിയില്ല. എനിക്ക് സഹിക്കാൻ വയ്യേ എന്നൊക്കെ പറയും, എന്നാലും സഹിക്കുകയല്ലാണ്ട് വഴിയില്ല. എന്നാൽ പലപ്പോഴും ജീവിതത്തിൽ നമുക്ക് സുഖം സഹിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അല്പം എന്തെങ്കിലും സുഖം വരുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ അഹങ്കരിച്ച് നശിക്കും. അപ്പം വാസ്തവത്തിൽ ദുഃഖങ്ങളെ സഹിക്കുക എന്നുള്ളത് മാത്രമാണോ തിതിക്ഷ? ഇത് ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പം ചില പ്രകരണങ്ങളിൽ ആചാര്യന്മാർ പറഞ്ഞു തരും, ദ്വന്ദ്വസഹിഷ്ണുത്വമാണ് തിതിക്ഷ എന്ന്.
ജീവിതത്തിൽ വന്നു ചേരുന്ന ദ്വന്ദ്വങ്ങളെ സഹിക്കാനുള്ള കഴിവാണ് തിതിക്ഷ. ശീതോഷ്ണാദി ദ്വന്ദ്വ സഹിഷ്ണുത. ശീതം ഉഷ്ണം തുടങ്ങി. ശീതം ഉഷ്ണം തുടങ്ങി എന്ന് പറഞ്ഞാൽ ശീതം ഉഷ്ണം സുഖം ദുഃഖം മാനം അപമാനം പൂജ പരിഭവം സ്തുതി നിന്ദ, അങ്ങനെ ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാ ദ്വന്ദ്വങ്ങളെയും സഹിക്കാനുള്ള കഴിവാണ് തിതിക്ഷ. അതാണ് ശരിക്കും പറഞ്ഞാൽ തിതിക്ഷയുടെ സൂക്ഷ്മമായ അർത്ഥം. മനസ്സിലാക്കി വെക്കുക. എങ്കിലും ഇവിടെ നമുക്ക് വിവേകചൂടാമണികാരൻ പറഞ്ഞു തരുന്നത് ശ്രദ്ധിക്കാം. സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സാ തിതിക്ഷാ നിഗദ്യതേ. ഇവിടെ പാഠഭേദമുണ്ട്. സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം തിതിക്ഷാ സാ ശുഭാമത. അങ്ങനെയും പാഠമുണ്ട്. സഹനം സർവദുഃഖാനാം, സർവദുഃഖങ്ങളെയും സഹിക്കുക എന്നുള്ളത്. ഇപ്പം ദുഃഖങ്ങൾ എന്താ? ദുഃഖം 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 എന്ന് പറഞ്ഞാൽ ദുഃഖം തന്നെ, അതുപോരാ. പ്രതികൂല വേദനീയം എന്നാണ് ദുഃഖത്തിൻ്റെ ലക്ഷണം. പ്രതികൂലമാണെന്ന അറിവിന് വിഷയമാകുമ്പോൾ അത് ദുഃഖമാണ്. അല്ലാതെ ഇന്നത് ദുഃഖമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു അനുഭവത്തെ ഇത് ദുഃഖം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അടുത്ത നിമിഷത്തിൽ അത് സുഖമാവാം. ഒരിടത്ത് ദുഃഖം, വേറൊരിടത്ത് സുഖമാവാം. ഒരിക്കൽ ദുഃഖം, വേറൊരിക്കൽ സുഖമാകാം. ഒരേ വ്യക്തിക്ക് തന്നെ. ഇനി രണ്ട് വ്യക്തികളെ സംബന്ധിച്ചായാലോ, ഒരാളുടെ ദുഃഖം മറ്റൊരാൾക്ക് സുഖമാവാം. ഇത് ആപേക്ഷികമാണ്, തീർത്തും ആപേക്ഷികമാണ്. ഓരോന്നും നമ്മുടെ സ്വന്തം ജീവിതത്തിൽ സങ്കല്പിച്ചാൽ മതി, അപ്പം നമുക്ക് മനസ്സിലാവും. ഒരു വ്യക്തിയെ സംബന്ധിച്ച് സുഖം, മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ച് ദുഃഖം. ഒരിക്കൽ സുഖം, മറ്റൊരിക്കൽ ദുഃഖം. ഒരിടത്ത് സുഖം, മറ്റൊരിടത്ത് ദുഃഖം. ഇങ്ങനെയൊക്കെ വരും. പക്ഷേ ഏതെങ്കിലും ഒരു അനുഭവത്തെ സുഖം എന്ന് പറയണമെങ്കിൽ അത് അനുകൂല വേദനീയമാകണം. ഏതെങ്കിലും ഒരു അനുഭവത്തെ ദുഃഖം എന്ന് പറയണമെങ്കിൽ അത് പ്രതികൂല വേദനീയമാകണം. ആ പ്രതികൂലം എന്ന അറിവിന് വിഷയമാകുമ്പോൾ അത് ദുഃഖമാണ്. അപ്പം ജീവിതത്തിൽ വന്നു ചേരുന്ന അത്തരം ദുഃഖങ്ങളെ, ആധ്യാത്മികവും ആദിഭൗതികവും ആദിദൈവികവുമായ ദുഃഖങ്ങൾ, അങ്ങനെ മൂന്ന് വിധത്തിലുള്ള ദുഃഖങ്ങൾ. താൻ കാരണം തന്നിലുണ്ടാവുന്നവ ആധ്യാത്മികങ്ങൾ, മറ്റ് ഭൂതങ്ങൾ കാരണമായിട്ടുണ്ടാവുന്നത് ആദിഭൗതികമായത്, ദൈവഗത്യ വന്നു ചേരുന്നത്, നമുക്കോ മറ്റു ഭൂതങ്ങൾക്കോ നിയന്ത്രണമില്ലാത്ത വിധത്തിൽ ദൈവഗത്യ വന്നു ചേരുന്നത് ആദിഭൗതികങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള എല്ലാവിധ ദുഃഖങ്ങളെയും സഹിക്കാനുള്ള ശേഷി. എങ്ങനെ സഹിക്കാനുള്ള ശേഷി? അപ്രതീകാരപൂർവകം, പ്രതികാരബുദ്ധിയില്ലാതെ. മറ്റേപ്പോൾ ദുഃഖം സഹിക്കാം, ഇപ്പം ഞാൻ സഹിക്കണു, നിന്നെ ഞാൻ പിന്നെ കാണിച്ചു തരാം എന്നുള്ള നിലയ്ക്ക് നമുക്ക് സഹിക്കാം. നിനക്ക് ഞാൻ ഒരു പാഠം പിന്നീട് പഠിപ്പിക്കും, ഇപ്പം എനിക്ക് കഴിവില്ല അതുകൊണ്ടാണ് എന്ന ഭാവനയിലാണെങ്കിൽ ദീർഘകാലം നമ്മുടെ മനസ്സിൻ്റെ ആ ദ്വന്ദ്വാത്മക ഭാവം അല്ലെങ്കിൽ സംഘർഷാത്മക ഭാവം സൂക്ഷിക്കേണ്ടി വരും. അത്രയും അസ്വസ്ഥതയാണ്. അപ്പോൾ പ്രതികാരബുദ്ധിയില്ലാതെ. ഇനി ചിലർക്കൊരു പ്രതികാരബുദ്ധി ഉണ്ടാവില്ല, പക്ഷേ ഒറ്റയ്ക്ക് പോയിരുന്ന് കരയുക, എനിക്കിങ്ങനെ വന്നുവല്ലോ എന്ന് ദുഃഖിക്കുക, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഒറ്റയ്ക്ക് പോയിരുന്നു, മറ്റാൾക്കാരുടെ മുമ്പിലൊക്കെ വളരെ പത്രാസായിട്ട് ഒരു കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ കാണിക്കും. പക്ഷേ അതിലടച്ച് ഒറ്റയ്ക്ക് പോയിരുന്നിട്ട്
ചിന്തിച്ചു കൂട്ടുക, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നല്ലോ, എനിക്കായതുകൊണ്ടാണ് എനിക്ക് വിഷമേ അല്ലേ, ഈ ദുഃഖം എനിക്ക് വന്നുകൊണ്ടാണ് എനിക്ക്. ചിലർ ചോദിക്കാൻ എനിക്കെന്താ ഇങ്ങനെ വരാന്ന്, എന്നുവെച്ചാൽ വേറുള്ളവർക്ക് വന്നോട്ടെ എന്നതിൻ്റെ അർത്ഥം. അപ്പം ഏകാന്ത വിലാപമോ ചിന്തകളോ ഇല്ലാതെ, ചിന്താവിലാപരഹിതം, ഏകാന്ത വിലാപമോ ചിന്തകളോ ഇല്ലാതെ എല്ലാ ആധ്യാത്മിക, അതിഭൗതിക, അതിദൈവിക ദുഃഖങ്ങളെ എല്ലാം സഹിക്കാനുള്ള കഴിവ്, അതിന് പറയുന്ന പേരാണ് തിതിക്ഷ. ഇതാണ് ഇവിടെ നൽകുന്ന നിർവചനം. ഇപ്പം പല പ്രകരണങ്ങളിൽ പല പ്രകാരം തിതിക്ഷയെ നിർവചിക്കും, പല പ്രകാരം. അതിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്നത് കേവലം ദുഃഖങ്ങളെ സഹിച്ചത് കൊണ്ട് മാത്രം തിതിക്ഷയാവില്ല എന്നെല്ലാവരും മനസ്സിലാക്കണം. ഇവിടെ അതേ പറയുന്നുള്ളൂ കേട്ടോ, ഇവിടെ ആചാര്യൻ അതേ പറയുന്നുള്ളൂ. എന്നാൽ മറ്റു ചില പ്രകരണങ്ങൾ കുറച്ചും കൂടിയും കടന്നു പോയിട്ട് സുഖദുഃഖാദി എല്ലാ ദ്വന്ദ്വങ്ങളെയും സഹിക്കുന്നതാണ് തിതിക്ഷ എന്ന് പറയും. അത് ശ്രദ്ധിക്കുക. അപ്പം പ്രതികാര ബുദ്ധിയോ ഏകാന്ത വിലാപമോ ഏകാന്ത ചിന്തനമോ കൂടാതെ ദുഃഖങ്ങളെ സഹിക്കാനുള്ള കഴിവ്, ഇത് ഒരു സാധകന് നിർബന്ധമാണ്, കൂടിയേ തീരൂ. എന്തെങ്കിലും ജീവിതത്തിൽ ചെറിയ ദുഃഖങ്ങൾ വരുമ്പോഴത്തേക്ക് ഉലഞ്ഞു പോകുന്ന വ്യക്തിക്ക് ഒരിക്കലും വേദാന്ത ശാസ്ത്രത്തിലേക്ക് പ്രവേശം പോലും ലഭിക്കില്ല, പ്രവേശിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ടാണ് ഗുരുനാഥന്മാർ നമ്മളെ പാകപ്പെടുത്തിയെടുക്കും. വേദാന്ത അധ്യയന കാലത്ത് പലപ്പോഴും നമുക്ക് ഗുരുനാഥന്മാരോട് വലിയ വിരോധം വരും ആ സമയത്ത്. പക്ഷെ പിന്നീടാണ് മനസ്സിലാവുക, അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഏകാന്ത വിലാപമോ ചിന്തയോ കൂടാതെ പ്രതികാര ബുദ്ധിയില്ലാതെ സകല ദുഃഖങ്ങളെയും സഹിക്കുന്നത് തിതിക്ഷ. തുടർന്ന് ശ്രദ്ധ. ഓരോന്നിനും വളരെ വിസ്തരിച്ച് പറയുന്നില്ല ഇവിടെ. സർവവേദാന്ത സിദ്ധാന്ത സാര സംഗ്രഹത്തിലൊക്കെ ആണെങ്കിൽ ഓരോന്നിനെയും വിസ്തരിച്ച് പറയും. ഇവിടെ വളരെ സംക്ഷേപിച്ച് പറയുകയാണ്. ശ്രദ്ധ ഏറ്റവും പ്രധാനപ്പെട്ട സാധനയാണ് ശ്രദ്ധ. ഒരു സാധകന് വേണ്ട ഏറ്റവും വലിയ സമ്പത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ശ്രദ്ധയാണെന്നാണ് പറയേണ്ടത്. എന്താണ് ശ്രദ്ധ? ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവധാരണം, അല്ലെങ്കിൽ ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യവധാരണം സാ ശ്രദ്ധ കഥിതാ സദ്ഭി യയാ വസ്തുപലഭ്യതേ. ഒന്നുകൂടി പറയാം. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യവധാരണം സാ ശ്രദ്ധ കഥിതാ സദ്ഭി യയാ വസ്തുപലഭ്യതേ. പാഠഭേദം സത്യബുദ്ധ്യാവധാരണം, അതാണ് കുറച്ചും കൂടി നല്ല പാഠം. രണ്ടും ശരിയാണ്. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാ അവധാരണം സാ ശ്രദ്ധ. ശാസ്ത്രത്തിൻ്റെയും ഗുരുവാക്യത്തിൻ്റെയും സത്യബുദ്ധിയാലുള്ള ഉൾക്കൊള്ളലാണ് ശ്രദ്ധ. പ്രത്യക്ഷം കൊണ്ടോ അനുമാനം കൊണ്ടോ സ്പഷ്ടമായി മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയങ്ങളെ പിന്നെ ശാസ്ത്രത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രത്യക്ഷം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന്.
ഇതൊരു കണ്ണടയാണ്, അല്ലെങ്കിൽ ഇതൊരു പുസ്തകമാണ്. അപ്പം ഇത് മനസ്സിലാക്കാൻ ഒരുപാട് ഉപനിഷത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. വളരെ വിപുലമായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് പഠിച്ചോളൂ, അത് വേറെ വിഷയം. എങ്ങനെയാണ് ഈ പുസ്തകം ഉണ്ടാക്കേണ്ടത്, എങ്ങനെ ബൈൻഡ് ചെയ്യണം, എങ്ങനെ, എല്ലാം നല്ലത് തന്നെ പഠിക്കണം. പക്ഷേ ഇത് പുസ്തകമാണ് എന്ന് ഒരിക്കൽ പ്രമാണത്തിലൂടെ മനസ്സിലാക്കിയാൽ പിന്നെ എന്താ പണി? അത് തന്നെയാണ്. അത് പ്രത്യക്ഷം കൊണ്ടും അനുമാനം കൊണ്ടും അറിയാൻ കഴിയാത്തതിനെയാണ് നമ്മൾ ശാസ്ത്രങ്ങളിലൂടെ അറിയാൻ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ശാസ്ത്രങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, അത് ഗുരുവാണ്. അനുഭൂതി സമ്പന്നനായ, താൻ ഉപദേശിക്കുന്ന വിഷയത്തിൽ സംശയമില്ലാത്ത ഗുരു മാത്രമാണ് നമുക്ക് ശാസ്ത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഏക മാർഗം. ശാസ്ത്രസാരം ഗ്രഹിക്കണമെങ്കിൽ അത് ഗുരു തന്നെ. ആചാര്യാദേവ വിദ്യ വിധിതാ സാധിഷ്ടം പ്രാപത് എന്ന് ഉപനിഷത്ത് തന്നെ പറയും. ആചാര്യനിൽ നിന്ന് ഗ്രഹിക്കുന്ന വിദ്യ മാത്രമേ ഉറയ്ക്കൂ, അല്ലാത്ത ഉറക്കില്ല. ആചാര്യ പ്ലവയിത, ആചാര്യനാണ് മറുകരയിലേക്ക് കടത്തുന്നത്. ആചാര്യവാൻ പുരുഷോ വേദ, ആചാര്യനോടൊത്തവൻ അറിയുന്നു. എങ്ങനെയുള്ള ആചാര്യൻ? ആർക്കാണോ സംശയരഹിതമായ ബോധമുള്ളത്. സംശയരാഹിത്യം എവിടെ നിന്ന് വരുന്നു? സ്വാനുഭൂതിയിൽ നിന്ന് വരുന്നു. ഇപ്പം സ്വാനുഭൂതിയിൽ നിന്ന് സംശയരാഹിത്യം വന്ന ആചാര്യനിൽ നിന്ന് അറിയുന്നു വിദ്യ. അപ്പം അവിടെ പ്രാഥമികമായി തന്നെ നമുക്ക് ഗുരുവിൽ ഉറച്ച ശ്രദ്ധ വേണം, വിശ്വാസം വേണം. ശാസ്ത്രത്തിൽ ഉറച്ച വിശ്വാസം വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ കൂടെ നമുക്ക് പ്രമാണ പദ്ധതിയിൽ പോകാൻ സാധിക്കൂ, അല്ലെങ്കിൽ കൂടെ പോകാൻ കഴിയില്ല. അപ്പം അവിടെ ചിലപ്പോൾ ചില സംശയം വരാറുണ്ട്. വേദാന്തശാസ്ത്രം എപ്പോഴും യുക്തിയുടെ പ്രാധാന്യം എടുത്തു പറയുന്നുണ്ട്, യുക്തി വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗുരുവേ ശാസ്ത്രത്തെ അന്ധമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് യുക്തിരഹിതമല്ലേ എന്ന് ചോദ്യം. അവിടെ മറുപടി, യുക്തിപൂർവം എന്തിനേയും പരിശോധിക്കാൻ വേദാന്തം പറയുന്നുണ്ട്. ചാടിപ്പിടിച്ച് ഒരാളെ ഗുരുവായി സ്വീകരിക്കണമെന്നൊരു വേദാന്തവും പറഞ്ഞിട്ടില്ല. പരസ്യം കണ്ടു ഉടനെ ഗുരുവാക്കി സ്വീകരിച്ചു, അല്ലെങ്കിൽ പ്രസംഗത്തിൽ കേട്ടു അതിൽ മയങ്ങി ഉടനെ ഗുരുവായി സ്വീകരിച്ചു, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. യുക്തിപൂർവം വിശകലനം ചെയ്ത് നിരീക്ഷിച്ച് എന്നിട്ട് മതി സ്വീകരിക്കുക. അതുകൊണ്ടവിടെ യുക്തിക്കൊരു ഭംഗവും ഇല്ല. എന്ന് മാത്രമല്ല, ആചാര്യൻ അങ്ങനെയുള്ള ഗുരുനാഥനെ ഉപദേശിച്ചാലും യുക്തിപൂർവ്വം വിചാരം ചെയ്യേണ്ട എന്നൊരു ശാസ്ത്രവും പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, വിചാരം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതാണ് ശ്രവണാനന്തരം മനനം വരുന്നത്. എന്നാൽ ശ്രവണം എന്നുള്ളത് സാധിക്കണമെങ്കിൽ അതിനുള്ളതായൊരു ശ്രദ്ധ വേണം. ഇയാൾ വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്, അല്ലെങ്കിൽ അവർക്കൊന്നും വേറെ തൊഴിലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവർ പുസ്തകങ്ങളൊക്കെ എഴുതി അത് നമ്മളെപ്പോലുള്ള വിഡ്ഢികൾ ഇങ്ങനെ വാങ്ങുന്നു, വായിക്കുന്നു എന്നൊക്കെ തോന്നാം. അവിടെയാണ് പൂർവാപര ബന്ധം വെച്ച് ചിന്തിച്ച് സത്യപജസ്സുകളായ
അതിലുപരി കൃതാർത്ഥന്മാരായ ഋഷീശ്വരന്മാർക്ക് അവർക്ക് മറ്റൊരു പ്രയോജനം ഇല്ല. പേരോ പ്രശസ്തിയോ ദക്ഷിണയോ എന്തെങ്കിലും പദവികളോ സ്ഥാനമാനങ്ങളോ ഒന്നും ലഭിക്കാൻ ഇച്ഛിച്ചവരല്ല. അപ്പം അങ്ങനെയുള്ളവർ എന്ത് ഉപദേശിച്ചു അത് സമാജത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അത് തൻ്റെ കൃപയാൽ ഉപദേശിച്ചതാണ്. ഈ ഒരു കാഴ്ചപ്പാട് അതാണ് ആചാര്യനിൽ ശ്രദ്ധയെ ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ളവർ ഉപദേശ ശാസ്ത്രങ്ങൾ നിശ്ചയമായും സ്വീകാര്യമാണ് എന്ന ബോധം. ഇങ്ങനെ ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ, ശാസ്ത്രത്തിൻ്റെയും ഗുരുവാക്യത്തിൻ്റെയും, ശാസ്ത്രം ശാസനം ചെയ്യുന്നതിലൂടെ നമ്മെ രക്ഷിക്കുന്നത് എന്തോ അത് ശാസ്ത്രം, ശാസനാത് ത്രായത്തെ, ശാസിക്കുന്നതിലൂടെ രക്ഷിക്കുന്നത്. ശാസ്തി ത്രാതി ഇത് ഉപദേശിക്കുന്നു, രക്ഷിക്കുകയും ചെയ്യുന്നു, അതാണ് ശാസ്ത്രം. അപ്പം ശാസ്ത്രത്തിൻ്റെയും ഗുരുവാക്യത്തിൻ്റെയും സത്യബുദ്ധി അവധാരണം, സത്യബുദ്ധിയിലുള്ള അവധാരണം, ഉറയ്ക്കൽ, സ്വീകരിക്കൽ, അഥവാ സത്യബുദ്ധിയോടുകൂടി അവധാരണം ചെയ്യുക, ഉറപ്പിക്കുക എന്നുള്ളത്, അതാണ് സാ ശ്രദ്ധ. അവളാകുന്നു ശ്രദ്ധ. ശ്രദ്ധ സ്ത്രീലിംഗമായതുകൊണ്ടാണ് സാ എന്ന് പറഞ്ഞത്. ആര് പറയണതാ? കഥിതാ സദ്ഭിഹി, സജ്ജനങ്ങളാൽ ഇപ്രകാരമാണ് പറയപ്പെട്ടിട്ടുള്ളത്. സദ്ഭിഹി, സത്തുക്കളാൽ, സജ്ജനങ്ങളാൽ, കഥിത പറയപ്പെട്ടിരിക്കുന്നു. യയാ വസ്തുപലഭ്യതേ, യാതൊന്നിനെ കൊണ്ട് വസ്തു ഉപലഭ്യതേ, ആത്മവസ്തു ഉപലഭിക്കുന്നുവോ, ആത്മജ്ഞാനം എന്നുള്ളത് ലഭിക്കുന്നത് ഈ ശ്രദ്ധയെ കൊണ്ടാണ്. ഇപ്പം സകല സാധനകളും വേണ്ട, അങ്ങേയറ്റം പ്രധാനപ്പെട്ടവയാണ്. വിവേകം, വൈരാഗ്യം, ശമം, ദമം, ഉപരതി, ദീക്ഷ, ശ്രദ്ധ, സമാധാനം, മുമുക്ഷുത്വം എല്ലാം വേണം. എന്നാൽ അവയിൽ ഏറ്റവും പ്രധാനം ഏതാണെന്ന് ചോദിച്ചാൽ ശ്രദ്ധയാണ്. കാരണം ശ്രദ്ധ ഉണ്ടെങ്കിലേ പ്രവേശിക്കാൻ പറ്റൂ. സാധനാമാർഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും ആടി ഉലയുമ്പോൾ, പല പരീക്ഷണങ്ങളും വരുമ്പോൾ, ഇതാ തകർന്നു പോയി എന്നുള്ള അവസ്ഥ വരുമ്പോൾ കൂടെ നിൽക്കാൻ സാധിക്കണമെങ്കിൽ ഉറച്ച ശ്രദ്ധ വേണം, അല്ലെങ്കിൽ സാധിക്കില്ല. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ തന്നെ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, വേറൊരു പ്രകരണത്തിൽ പറയുന്നുണ്ട്, ശ്രദ്ധാവതാമേവ സതാംബുമർത്ഥ സമീരിത സിദ്ധ്യതിനേതരേഷാം. ശ്രദ്ധയുള്ള സജ്ജനങ്ങൾക്ക് മാത്രമാണ് ശാസ്ത്രപ്രതിപാദിതമായത് ലഭിക്കുന്നത്. ന ഇതരേഷാം, അല്ലാത്തവർക്ക് ലഭിക്കുന്നില്ല. ശ്രദ്ധാവതാമേവ സതാം, ശ്രദ്ധയുള്ള സജ്ജനങ്ങൾക്കാണ് പുമർത്ഥ, പുരുഷാർത്ഥം, സമീരിത, ശാസ്ത്രത്താൽ പറയപ്പെട്ടത്, സിദ്ധ്യതി, നേടുന്നത്, ന ഇതരേഷാം, അല്ലാതുള്ളവർക്കല്ല എന്ന്. ശ്രദ്ധയാ സത്യമാപ്യതേ, ശ്രദ്ധ കൊണ്ടാണ് സത്യത്തെ നേടാൻ കഴിയുന്നത് എന്ന് സാക്ഷാൽ വേദം പറയും. ഗീതാകാരൻ അത് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, ശ്രദ്ധയുള്ളവൻ ജ്ഞാനത്തെ നേടുന്നു. ശ്രദ്ധയാണ് മുഖ്യം. ശ്രദ്ധച്ച സൗമ്യ, ഹേ സൗമ്യ നീ ശ്രദ്ധിക്കൂ കേട്ടോ, നീ ശ്രദ്ധിക്കൂ എന്ന് ഇടയ്ക്കിടയ്ക്ക് ശാസ്ത്രം പറയും.
ശ്രദ്ധത്വ സൗമ്യേതി ഹി ഭക്തിശാസ്ത്ര. ഹേ സൗമ്യ, നീ ശ്രദ്ധിക്കൂ എന്ന് ശാസ്ത്രം പറയുന്നു. ഇപ്പം ശ്രദ്ധയാണ് മുഖ്യം. ഇപ്പം നോക്കൂ, വേറെ സാധനങ്ങളിലൊക്കെ കുറച്ച് കുറവ് വന്നു എന്ന് വിചാരിച്ചോളൂ. വിവേകത്തിൽ കുറച്ച് കുറവ്, വൈരാഗ്യത്തിൽ കുറച്ച് കുറവ്, ശമദമങ്ങളിൽ കുറച്ച് കുറവ് എന്ന് വിചാരിച്ചോളൂ. പക്ഷെ ഉറച്ച ശ്രദ്ധ ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും. കാരണം ശ്രദ്ധ ഉണ്ടെങ്കിൽ ഗുരു പറയണത് കേൾക്കും. പിന്നെയും വിവേകം നഷ്ടപ്പെട്ടു, പിന്നെയും കേൾക്കും. പിന്നെയും വിവേകം നഷ്ടപ്പെട്ടു, പിന്നെയും കേൾക്കും. നേരെ മറിച്ച് ശ്രദ്ധ ഇല്ലെങ്കിലോ ബാക്കി എന്തുണ്ടായാലും കേൾക്കില്ല. പോയില്ലേ? അതുകൊണ്ട് ശ്രവണ സാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രദ്ധയാണ്. അതുകൊണ്ടാണ് യയാ വസ്തുപലഭ്യതേ എന്നിവിടെ പ്രത്യേകിച്ച് പറഞ്ഞത്. യാതൊന്നിനെ കൊണ്ട്, യയാ എന്ന് പറഞ്ഞാൽ യാതൊരുവളാൽ എന്നാണ് വാച്യാർത്ഥം. നമ്മൾ യാതൊന്നിനെ കൊണ്ടെന്ന് എടുത്തോളൂ. വസ്തു ഉപലഭ്യതേ, ആത്മവസ്തു ഉപലഭിക്കുന്നു, ആത്മബോധം പ്രകാശിക്കുന്നു. അത് ശ്രദ്ധയാണ്. നേരത്തെ പറഞ്ഞ ബാക്കി എല്ലാ സാധനങ്ങളിലും കുറച്ച് കുറവുണ്ട്, ശ്രദ്ധ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. തിരിച്ചു ചിന്തിച്ച് നോക്കൂ, എല്ലാ സാധനങ്ങളും ഉണ്ട്, ശ്രദ്ധ ഇല്ലെങ്കിലോ? എല്ലാ സാധനമുണ്ട്. വിവേകമുണ്ട്, വൈരാഗ്യമുണ്ട്, ശമദമങ്ങളുണ്ട്, ഉപരതിയുണ്ട്, തിദീക്ഷയുണ്ട്, മുമുക്ഷുത്വമുണ്ട്, സമാധാനമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ശ്രദ്ധ ഇല്ലെങ്കിലോ ഒരു പ്രയോജനമില്ല. ഒരു ശ്രദ്ധയുടെ പ്രാധാന്യം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് യയാ വസ്തുപലഭ്യതയെന്ന് വിശേഷിപ്പിച്ചത്. നോക്കൂ, ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യവധാരണം, അല്ലെങ്കിൽ ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവധാരണം സാ ശ്രദ്ധ കഥിത സദ്ഭി യയാ വസ്തുപലഭ്യതേ. അപ്പോൾ ശമാധിഷട്ക സമ്പത്തിയിൽ ശമം, ദമം, ഉപരതി, തിദിക്ഷ, ശ്രദ്ധ 5 പറഞ്ഞു. ഇനി ഒന്നും കൂടിയുണ്ട്, സമാധാനം. ശരിക്കും സമാധാനം എന്ന് പറഞ്ഞാൽ അന്ധക്കരണം സമ്യക് ആധാനം ചെയ്യപ്പെട്ട അവസ്ഥയാണ്. സമ്യക്കായി നല്ല പോലെ ആധാനം ചെയ്യപ്പെട്ട, ക്രമീകരിക്കപ്പെട്ട, സ്വീകരിക്കപ്പെട്ട, ഒതുക്കപ്പെട്ട അവസ്ഥ. അതൊരു എന്ന് പഠിക്കാം, എപ്പോൾ പഠിക്കാൻ തുടങ്ങാം എന്ന് ചോദിച്ചാൽ മറുപടി ഇരുന്നാൽ പഠിക്കാമെന്നാണ്. എപ്പോൾ പഠിക്കാം? വേദാന്തം എപ്പോൾ പഠിച്ചു തുടങ്ങാം ചോദ്യം. എന്താ മറുപടി? ഇരുന്നാൽ പഠിക്കാം. ഇരിക്കണം. ഉടനെ നല്ല ചമ്രം പടിഞ്ഞ് ഗുരുവിൻ്റെ മുമ്പിൽ ഇരുന്നോ. എന്താ പഠിപ്പിക്കാത്തേ? ഇരുന്ന് മണിക്കൂറുകൾ, ദിവസങ്ങൾ കഴിഞ്ഞു, ഗുരു ഒന്നും പഠിപ്പിക്കുന്നില്ല. ഇരുന്നാൽ പഠിക്കാന്നല്ലേ പറഞ്ഞേ, നീ ഇരുന്നില്ലല്ലോ. ഇരിക്കാൻ പഠിക്കണം. ഏറ്റവും പ്രധാനം അതാണ്. ഇരുന്നാൽ പഠിക്കാം. അപ്പോൾ ബാക്കിയെല്ലാം ഉണ്ട്. ഇരിക്കാൻ അറിയില്ല വെച്ചാലോ ഗുരുനാഥൻ്റെ അടുത്ത് പോയി കേൾക്കാനുള്ള അധികാരമായി. ശ്രദ്ധ ഉണ്ട്, കേൾക്കാനുള്ള അധികാരമായി. ശരി, കേൾക്കാൻ വേണ്ടി ഇരുന്നു. ഗുരുനാഥൻ ഉപദേശിക്കുന്നു. ഇയാളുടെ മനസ്സ് അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, അപ്പുറത്തെ വീട്ടിൽ പോയി, ഇപ്പുറത്തെ വീട്ടിൽ പോയി, എല്ലാം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോഴത്തേക്ക് പാഠം കഴിഞ്ഞു. അല്ലേ? എന്ത് പ്രയോജനം? അപ്പം അടക്കി ഇരുത്താൻ പഠിക്കണം മനസ്സിന്. ബുദ്ധിയെ സ്ഥാപിക്കാൻ പഠിക്കണം. എവിടെ? ശാസ്ത്രത്തിൽ, ശാസ്ത്രവിചാരത്തിൽ, ശ്രവണത്തിൽ,
കുറച്ചും കൂടി കടന്നു പറഞ്ഞാൽ ശ്രവണാനുകൂലമായ വ്യവഹാരങ്ങളിൽ ഇരുത്താൻ സാധിക്കണം. ഇതാണ് സമാധാനം. ഇവിടെ ആചാര്യൻ കുറച്ചും കൂടി ഒന്ന് കടന്നിട്ടാണ് പറയുന്നത്. കുറച്ചും കൂടി ഒന്ന് മുന്നോട്ട് പോയിട്ടാണ് ഇവിടെ പറയുന്നത്. എന്താ പറയണത്? സർവദാ സ്ഥാപനം ബുദ്ധേ ശുദ്ധേ ബ്രഹ്മണി സർവഥാ തത്സമാധാനമിത്യുക്തം നതു ചിത്തസ്യ ലാളനം. സർവദാ സ്ഥാപനം ബുദ്ധേ ശുദ്ധേ ബ്രഹ്മണി സർവഥാ തത്സമാധാനമിത്യുക്തം നതു ചിത്തസ്യ ലാളനം. സർവദാ, എപ്പോഴും. സർവഥാ, എല്ലാ പ്രകാരത്തിലും. ശുദ്ധേ ബ്രഹ്മണി, ശുദ്ധമായ ബ്രഹ്മത്തിൽ. ബുദ്ധേഹേ സ്ഥാപനം, ബുദ്ധിയുടെ സ്ഥാപനം. ഇപ്പം ശുദ്ധമായ ബ്രഹ്മത്തിൽ എപ്പോഴും എല്ലാ പ്രകാരത്തിലും ബുദ്ധിയെ സ്ഥാപിക്കാൻ കഴിയുന്നതാണ് സമാധാനം. അപ്പം നേരത്തെ പറഞ്ഞതിനേക്കാൾ ഒരു പടി ഉയർന്ന ഒരു നിർവചനമാണ്. നേരത്തെ പറഞ്ഞത് ശാസ്ത്രത്തിൽ സമാധാനിപ്പിക്കുക, ഗുരുവാക്യത്തിൽ സമാധാനിപ്പിക്കുക, ഒന്നുമില്ലെങ്കിൽ അവിടെ സമാധാനത്തോട് കേൾക്കുക, ബാക്കിയൊക്കെ പോട്ടെ. അതാണ് നേരത്തെ അത് വേണം കേട്ടോ. അത് തെറ്റല്ലേ പറഞ്ഞത്? അത് തന്നെയാണ് സമാധാനം. ആ സമാധാനം ഇല്ലാത്ത ആൾക്ക് എന്ത് കേൾക്കാൻ പറ്റും? ഒന്നും കേൾക്കാൻ പറ്റില്ല. സമാധാനം രണ്ട് രീതിയിൽ ഇല്ലാണ്ടാവാം. സമാധാനം ഇല്ലാതാകുക രണ്ട് രീതിയിലാണ്. ഒന്ന്, വിക്ഷിപ്തമായി പോവുക, മനസ്സ് ബുദ്ധി അവയ്ക്ക് വിക്ഷേപം വരിക, അതാണ്. വേറൊന്ന് ലയം വരിക. രണ്ട് രീതിയിലാണ് സമാധാനം നഷ്ടപ്പെടുക. എന്താ ലയിക്കുക എന്ന് പറഞ്ഞാൽ? ലയിച്ചു പോവുക, സുഖമായി. എന്താ സുഖം! ചിദാനന്ദപുരസ്വാമിയുടെ വേദാന്ത ക്ലാസ്സിന് പോകാൻ നല്ല സുഖമാണ്. പോയാൽ വളരെ നല്ല സുഖമാണ്. എന്താ സംഭവം? തുടങ്ങുമ്പോഴത്തെ ചങ്ങാതി ഉറങ്ങിയിട്ടുണ്ടാവും, അത് തന്നെ, വേറൊന്നുമില്ല. ചിലപ്പോൾ ആ സുഖത്തിൻ്റെ ശബ്ദഘോഷങ്ങളൊക്കെ മറ്റുള്ളവർ കേൾക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് ചില സന്ദർഭങ്ങൾ, ചില സ്ഥലത്തൊക്കെ ഉണ്ടാവാറുണ്ട്. സുഖാവുമ്പോൾ ശബ്ദം ഉണ്ടാക്കുമല്ലോ നമ്മൾ. അതാണ് ഒന്ന്, ലയിച്ചു പോവുക, ഉറങ്ങിപ്പോവുക, അല്ലെങ്കിൽ ലയിച്ചു പോവുക. ശ്രവണത്തിൽ ലയിച്ചു പോയി. എന്താണോ ശ്രവിക്കേണ്ടത് അത് ശ്രവിച്ചില്ല, അങ്ങനെ സംഭവിക്കാം. മനസ്സിലായില്ല? ഭാഷയിൽ ലയിച്ചു പോവുക, പ്രതിപാദനത്തിൽ ലയിച്ചു പോവുക, പ്രതിപാദ്യം അറിയാതിരിക്കുക. പ്രതിപാദനം അല്ലല്ലോ നമുക്ക് വേണ്ടത്, പ്രതിപാദ്യമല്ലേ. അല്ലെങ്കിൽ ഉറങ്ങിപ്പോവുക, ഇതൊക്കെയാണ്. വേറൊന്ന്, വിക്ഷേപം വരിക. ഇവിടെ ഇരുന്ന് വേറെ എങ്ങോട്ടോ പോയി, അവിടെ എന്താ നടക്കണം, ഇവിടെ എന്താ നടക്കണത്, നാനാ ദിക്കിലേക്ക്, എങ്ങോട്ടാന്ന് കണക്കില്ല. 1008 ദിക്കിലേക്ക്. 18 ദിക്കൊക്കെ ആചാര്യം ചോദിക്കുന്നുള്ളൂ. കാഷ്ട ഇഷ്ടാദശദേശേ ചിന്ത എന്നൊക്കെയാണ് ചോദിക്കണം. നിൻ്റെ മനസ്സെന്തോടോ 18 ദിക്കിലേക്ക് പോകണമെന്നാ ചോദിക്കും. 18ഒക്കെ നിസ്സാരമാണ്. 1008 ദിക്കിലേക്ക് ഓടും നമ്മുടെ മനസ്സ്, ഇല്ലേ? ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എന്തൊക്കെ ചിന്തിക്കുന്നുണ്ടാവും? സത്യസന്ധമായി നമ്മളതിനൊന്ന് ആലോചിച്ച് നോക്കൂ, ഇല്ലേ? അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ്. പല കണക്ക് കൂട്ടലുകൾ, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങുന്നില്ല. അതാണ് അതിൻ്റെ പിന്നാലെ ഓടുകയാണ്.
അപ്പം വിക്ഷേപത്തിന് പരിധിയില്ല. എന്തിലേക്കൊക്കെയാണ് പോകാമെന്ന് കണക്കില്ല അല്ലേ? അതിനെ ലൗകികമെന്നോ വൈദികമെന്നോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. പലതിലേക്ക് ഛിന്ന ഭിന്നമായി നമ്മുടെ മനസ്സങ്ങ് പോകും. മനസ്സ് പോയി കഴിഞ്ഞാൽ ബുദ്ധി അതിൻ്റെ പിന്നാലെ പോകും. മനസ്സ് കാണിക്കുന്ന രണ്ട് സാധ്യതകളിൽ ഒന്നാണ് ബുദ്ധി നിശ്ചയിക്കുക. അങ്ങ് പോവും. എങ്ങോട്ടൊക്കെയാന്ന് പറയാൻ വയ്യ. ആളിവിടെ ഇരിക്കുന്നുണ്ടാവും. അവസാനം കഴിയുമ്പോൾ അയ്യോ ഒന്നും ഉണ്ടായില്ലല്ലോ, വെറുതെ പോയി എന്നാവും. ഇതാണ് വിക്ഷേപം വരിക. അപ്പം എന്ത് ചെയ്യണം? ലയേ സംബോധയേ ചിത്തം വിക്ഷിപ്തം ശമയേത് എന്ന് ഗൗഡപാദാചാര്യർ ഇതിന് മാർഗം പറഞ്ഞു തരുന്നുണ്ട് കാരികയിൽ. ലയേ സംബോധയേത്, ലയം വരികയെന്ന് വെച്ചാൽ അപ്പോൾ ഉണർത്തണം. ലയത്തിലേക്ക് പോകുമ്പോൾ ഉണർത്തണം. പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉണർത്താൻ പറ്റില്ല. ലയത്തിലങ്ങ് പോയി കഴിഞ്ഞാൽ, ലീനമായി കഴിഞ്ഞാൽ ഉണർത്താൻ പറ്റില്ല. ലയത്തിലേക്ക് പോകുമ്പോൾ ഉണർത്തണം. അതിനെന്താ വേണ്ടു ചെയ്യണം? ജാഗ്രത വേണം, എന്നാലേ പറ്റുള്ളൂ. വിക്ഷിപ്തം ശമയേത്, വിക്ഷേപമായിട്ട് പലതിലേക്ക് പോയാൽ ശമിപ്പിക്കണം. നിൽക്കവിടെ ഇങ്ങനെ അഭ്യാസം ചെയ്യാം. അങ്ങനെ എങ്ങനെ ചെയ്താലും കൊള്ളാം. ശ്രവണത്തിൽ ഉറപ്പിക്കുക, ഇരുത്തുക മനസ്സിനെ. അതിനാണ് പരിശ്രമം വേണ്ടത്. ശ്രവണത്തിലിരുത്തുക, അല്ലാണ്ട് മനസ്സിനെ ഇരുത്തിയിട്ട് കാര്യമില്ല. പലരെ മനസ്സ് നല്ലോണം ഇരിക്കും, അസലായിട്ടിരിക്കും. പക്ഷെ ഇരിക്കേണ്ടടുത്താവില്ല, ഇരുന്നിട്ടുണ്ടാവുക എന്ന് മാത്രം അല്ലേ? ഇരിക്കേണ്ടടുത്തല്ല ഇരിക്കുക, അതാണ്. നമ്മളെന്നെ പലപ്പോഴും പറയാറുണ്ട്. വളരെ ആവേശത്തോടു കൂടി മുത്തശ്ശൻ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ രാമൻ ലങ്കയിലെത്തിയതും രാവണനെ വെല്ലുവിളിച്ചതും യുദ്ധവും, അത് വളരെ ആവേശം. കുട്ടി ശ്രദ്ധിക്കണത് കണ്ടപ്പോൾ മുത്തശ്ശൻ തന്നെ ഉഷാറായി. അത്ര താല്പര്യത്തിലാണ് മുത്തശ്ശൻ പറഞ്ഞത്. അപ്പോഴാണ് കുട്ടി പറയണത്, അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയിരിക്കുകയല്ലേ. അപ്പോൾ ഇത്രയും ശ്രദ്ധിക്കണ്ടോ മക്കൾ? എന്ത് നല്ല മക്കളാണ്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ പുരാണം കേൾക്കാനുള്ള ശ്രദ്ധ ഉണ്ടാവുമെന്നൊക്കെ മുത്തശ്ശന് സന്തോഷവും ഒക്കെ ഉണ്ടായി. അപ്പോഴാണ് ചോദിക്കണേ, എന്ത് നീളാ മുത്തശ്ശൻ്റെ ചെവിത്തെ രോമത്തിന് അല്ലേ? ആലോചിച്ചോ, എന്ത് നീളാ ചെവിത്തെ രോമത്തിന്. ഇപ്പം ഇത്രയും നോക്കിയത് എവിടെയാ? മുത്തശ്ശൻ വിചാരിച്ചു കുട്ടി രാമായണത്തിലാന്ന്. നമ്മൾ മിക്കവാറും പേര് ഇങ്ങനെയൊക്കെ ആയിരിക്കും, എന്തിലെങ്കിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. എന്തിലാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇരിക്കേണ്ടടുത്ത് ഇരിക്കണം. എവിടെ ഇരിക്കണം? ശ്രവണത്തിലിരിക്കണം. ശ്രവണത്തിലൂടെ ശ്രോതവ്യമായതിലിരിക്കണം, അല്ലാണ്ട് കേൾക്കപ്പെടേണ്ടതിലിരിക്കണം. അല്ലാണ്ട് കേൾക്കുന്ന വാക്കുകളിലിരിക്കരുത്. കേൾക്കുന്ന വാക്കുകളിലിരിക്കരുത്. അവിടുന്ന് ഒരു പടി കൂടി കടന്ന്, അപ്പോൾ സർവദാ എപ്പോഴും എല്ലാ അവസ്ഥകളിലും, ജീവിതത്തിൽ മാറി വരുന്ന എല്ലാ അവസ്ഥകളിലും എനിക്ക് ശ്രവണം ചെയ്യാൻ നല്ല താല്പര്യമുണ്ട്. എപ്പോൾ ബാഹ്യ സാഹചര്യങ്ങളൊക്കെ അനുകൂലമാവുമ്പോൾ എനിക്ക് ശ്രവണം ചെയ്യാൻ നല്ല താല്പര്യമാണ്. നമ്മളൊരു ചെറിയൊരു മഴ പെയ്യുമ്പോഴത്തേക്കാണ് നമ്മൾ വേണ്ടാന്ന് വയ്ക്കും, ഇല്ലേ? ഒരു ജലദോഷമോ പനിയോ അടുത്തു കൂടെ പോകണുണ്ടോ എന്ന് സംശയം തോന്നിയാൽ എന്തായി? എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടില്ലല്ലോ സ്വാമി, എനിക്കൊരു പനി ഉണ്ടായിരുന്നോ എന്നൊരു സംശയം. ഇത്രയേ ഉള്ളൂ. ചിന്തിക്കും. മറ്റെല്ലാ സാഹചര്യം അനുകൂലമായി വേറൊരു കുഴപ്പമൊന്നുമില്ല. എന്നാൽ പോയി കുറച്ച് കേട്ട് കളയാം, സ്വാമിക്കും പറയാനൊരു ചാൻസ് കിട്ടട്ടെ. സർവദാ എപ്പോഴും സുഖത്തിലും ദുഃഖത്തിലും മാനത്തിലും അപമാനത്തിലും ശീതത്തിലും ഉഷ്ണത്തിലും പൂജയിലും പരിഭവത്തിലും. ഇത് മാത്രമേ, കാരണം വേറെ പല വഴിക്ക് പോയി നോക്കി ഒന്നും തനിക്ക് ആനന്ദം തന്നിട്ടില്ല. സുഖം പലയിടത്തുനിന്നും കിട്ടുന്നുണ്ട്, എവിടെ പോയിട്ടും രക്ഷ ഉണ്ടായിട്ടില്ല. അപ്പം ആ തിരിച്ചറിവുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കും, അല്ലെങ്കിൽ ഇരിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് അവിടെയുണ്ട് ഇവിടെയുണ്ട് ഒക്കെ തോന്നും. കുറച്ച് അവിടെ പോയിരിക്കാം, കുറച്ച് ഇവിടെ പോയിരിക്കാൻ തോന്നും.
ഇവിടെ പറഞ്ഞാൽ ശാസ്ത്രത്തിലാണ്, അല്ലാണ്ട് ഏതെങ്കിലും സ്ഥാനത്തിനൊന്നും പ്രാധാന്യം കൊടുത്തിട്ടില്ല. നിങ്ങളിൽ അദ്വൈതാശ്രമത്തിൽ വന്ന് ശ്രവണം ചെയ്യണമെന്നൊന്നും പറയില്ല, അങ്ങനെയൊന്നുമില്ല. ശാസ്ത്രത്തിൽ അതിനോട് വിട്ടുവീഴ്ചയില്ല. അപ്പം എല്ലായ്പ്പോഴും ബുദ്ധിയുടെ സ്ഥാപിക്കുക എന്നുള്ളത് പരിശ്രമിക്കണം, നല്ല സ്ഥാപിക്കാൻ പറ്റും. അല്ലാണ്ട് സ്വയം സ്ഥാപിതാവൊന്നുമില്ല. പരിശ്രമിച്ചാൽ തന്നെ സ്ഥാപിക്കാൻ പറ്റും. അത് തെന്നിമാറാൻ നോക്കും, അവിടുന്ന് പിടിച്ചു കൊണ്ടുവരണം. യഥോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തോ നിയമ്യ ഇതത് ആത്മന്യേവ വശം നയത്. ഏതേത് നിമിത്തങ്ങളെ കൊണ്ട് ഓടി വേറെ വിഷയങ്ങളിലേക്ക് പോകാൻ പരിശ്രമിക്കുന്നുണ്ടോ അവിടുന്ന് പിടിച്ചു കൊണ്ടുവരണം. അത് അഭ്യാസമാണ് ശ്രവണം ചെയ്യുക എന്നുള്ളത്, സാധനയാണ് ശ്രവണം ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ബുദ്ധേഹേ സ്ഥാപനം ശുദ്ധേ ബ്രഹ്മണി, ശുദ്ധ ബ്രഹ്മത്തിൽ, അതാണല്ലോ ഉപദേശിക്കപ്പെടുന്നത്. ഇപ്പം ശുദ്ധമായ ബ്രഹ്മതത്വത്തിൽ ബുദ്ധിയെ ഉറപ്പിച്ചു നിർത്തുക. എങ്ങനെ? സർവഥാ, എല്ലാ പ്രകാരത്തിലും. ഥാ പ്രത്യയം പ്രകാരവചനത്തിലാണ്, ദാ പ്രത്യയം കാലസൂചിയായിട്ടാണ്. ഇപ്പം സർവദാ എന്ന് പറഞ്ഞാൽ എപ്പോഴും, സർവഥ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രകാരത്തിലും. എല്ലാ പ്രകാരത്തിലും. വേറെ ഏത് വിഷയത്തിലേക്ക് പോയാലും തിരിച്ചിവിടേക്ക് എത്തണം. നമുക്ക് എങ്ങോട്ട് വേണിച്ചാൽ പോവാം. ഇപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ദൃഷ്ടാന്തങ്ങൾ, അർത്ഥവാദങ്ങൾ, യുക്തിസമർത്ഥനങ്ങളൊക്കെ വേണ്ടി വരും. ഇപ്പം അർത്ഥവാദമൊക്കെ പറയുകയെന്ന് വെച്ചാൽ കഥകൾ ഒക്കെ പറയേണ്ടി വരും. എങ്ങോട്ട് വേണിച്ചാൽ പോവാം. പക്ഷെ എവിടെ പോയാലും വരണം, വിഷയത്തിലെത്തണം. അത് വിട്ടുപോകരുത്. സർവഥാ, എല്ലാ പ്രകാരത്തിലും എല്ലായ്പ്പോഴും ബുദ്ധിയെ ശുദ്ധ ബ്രഹ്മത്തിൽ സ്ഥാപിക്കുക എന്നുള്ളതിനാണ് സമാധാനം ഇത്യുക്തം. സമാധാനം എന്ന് പറയുന്നത് നതു ചിത്തസ്യ ലാളനം, അല്ലാതെ മനസ്സിനെ ലാളിക്കാൻ പോകുന്നതല്ല. ലാളിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ താലോലിക്കുക, മനസ്സ് ആവശ്യപ്പെടുന്നതൊക്കെ കൊടുക്കുക. അത് വേണം ഇത് വേണമെന്ന് പറയും, ഉടനെ അത് കൊടുത്തു. അപ്പോൾ 10 വീണ്ടും ആവശ്യപ്പെടും, അത് കൊടുത്തു. ഇങ്ങനെ ആവശ്യപ്പെടുന്നതൊക്കെ മനസ്സിന് കൊടുക്കുക എന്നുള്ളതല്ല സമാധാനം. അങ്ങനെ കിട്ടുന്ന സമാധാനം അല്ല. അങ്ങനെ സമാധാനം ഉണ്ടാവില്ലേ? ഇപ്പം എനിക്കൊരു മിഠായി വേണമെന്ന് ഞാൻ വിചാരിച്ചു, അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സമാധാനം അല്ലേ? അതെ. അപ്പോൾ കിട്ടുന്നവരെ സമാധാനം ഇല്ല, കിട്ടിക്കഴിഞ്ഞപ്പോൾ സമാധാനം. എത്ര നേരം? കുറച്ചു നേരം, അത്രയേ ഉള്ളൂ. ആ മിഠായി പലതാവാം. പണമാകാം, സ്ഥാനമാനമാകാം, ആണാവാം, പെണ്ണാവാം, പലതാവാം. അങ്ങനെ നമ്മൾ മനസ്സിൻ്റെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ ആവശ്യങ്ങളെ അല്ലെങ്കിൽ ആശകളെ പ്രതീക്ഷകളെ നേടിക്കൊടുത്ത് അതുകൊണ്ട് സമാധാനം കിട്ടില്ല എന്ന് പറയുന്നില്ല. അതുകൊണ്ട് കിട്ടും, അത് കേവലം താത്കാലികമാണ്. ഉടനെ അടുത്തതിലേക്ക് കടന്നു. വെള്ളം കുടിച്ചാൽ ഒരു സുഖം തന്നെയാണ് ദാഹിക്കുന്ന ആൾക്ക്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ദാഹം വീണ്ടും ഉണ്ടാവുമല്ലോ, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ വസ്തുജാലങ്ങൾ നൽകി മനസ്സിനെ തർപ്പണം ചെയ്യുന്നതല്ല സമാധാനം. അപ്പോഴും സമാധാനം ഉണ്ടാവും ഇല്ലേ? ഉണ്ടാവും. അതല്ല, ഇവിടെ ശുദ്ധേ ബ്രഹ്മണി അന്തഃകരണസ്യ സ്ഥാപനം, അന്തഃകരണത്തിൻ്റെ ശുദ്ധ ബ്രഹ്മത്തിലുള്ള സ്ഥാപനം, അതാണ് സമാധാനം. ഇനി ഇത്രയ്ക്കൊന്നും വേണ്ട എന്നാണെങ്കിൽ ശ്രവണത്തിൽ ഉറപ്പിക്കുക എന്ന് പറയാം. ശുദ്ധ ബ്രഹ്മത്തിലൊന്നും ഉറപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഗുരുനാഥൻ ഉപദേശിക്കുന്ന ശാസ്ത്രത്തിൽ
മനസ്സിനെ ഉറപ്പിക്കാൻ കഴിയുക. ഈ സമാധാനം ഇല്ലെങ്കിൽ ഒരു ശാസ്ത്രശ്രവണവും നമുക്ക് സാധിക്കില്ല. ശ്രദ്ധയൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല. ശ്രദ്ധ ഉണ്ട്, വലിയ താല്പര്യമുണ്ട്. ഓരോരുത്തർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ശ്രവണം ചെയ്യാൻ പോവുക, വളരെ കഷ്ടപ്പെട്ടിട്ട്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ വേറെ പലതിലും പോവും. പല ആലോചന, അടുത്തിരിക്കുന്ന ആളെ നോക്കുകയായി ഇല്ലേ, അയാളെ കുപ്പായ ഏതാണ്, ഇത് എവിടുന്ന് വാങ്ങിയതാണെന്നാവോ ഇല്ലേ, അപ്പം ചിന്തിക്കാൻ പറ്റില്ല എന്താന്ന്. അയാളെ ബാഗ് നോക്കുകയായി, കുട നോക്കുകയായി. അതിപ്പോൾ വേണമെന്ന് വിചാരിച്ചിട്ടല്ലത്, ശ്രവണം ചെയ്യാൻ തന്നെയാണ് പോണത്. ശ്രദ്ധ ഉണ്ട്. ഇല്ലെങ്കിൽ അവിടെ ചുറ്റുപാട് നോക്കുകയായി. എത്രയോ പേര് പറയണത് നമ്മൾ കേട്ടിട്ടുണ്ട്. പരംപൂജ്യ ചിന്മയാനന്ദ സ്വാമികളുടെ പ്രഭാഷണം കേട്ടിട്ട് എന്താ ഇംഗ്ലീഷ് എന്ന് എത്രയോ പേര് പറഞ്ഞ കേട്ടു. എന്താ ഇംഗ്ലീഷ്, അല്ലെ നീ ഇംഗ്ലീഷ് കേൾക്കാനാ പോയത്? കഴിഞ്ഞ ദിവസം നല്ലൊരു തമാശ ഉണ്ടായി തിരുവനന്തപുരത്ത് നിന്ന്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ എന്തോ ഒരു സൂചനയിലോ, വ്യക്തമായ ഭാഷയെ പറഞ്ഞിട്ടില്ല കേട്ടോ, നീ അത് പറയണമല്ലോ. ഒരു സൂചനാ ഭാഷയിലൂടെ തിരുവനന്തപുരത്തുകാർക്ക് ഒക്കെ വേണം, പക്ഷെ വേണ്ടത് വേണ്ട സമയത്ത് പ്രവർത്തിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ കിട്ടണം, പക്ഷെ ആരിൽ നിന്ന് കിട്ടുമോ, എന്ത് കിട്ടുമോ, എങ്ങനെ കിട്ടുമോ, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. വേറൊന്നും പറഞ്ഞിട്ടില്ല. ശശി തരൂരിൻ്റെ പേരോ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരോ അല്ലെങ്കിൽ പന്ന്യൻ രവീന്ദ്രൻ്റെ പേരോ ഒന്നും ചിദാനന്ദ സ്വാമി പറഞ്ഞിട്ടില്ല. എത്രയേ പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പോരുമ്പോൾ ഒരാൾ പറഞ്ഞു, കാര്യം അങ്ങനെയൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ MP വലിയ വിവരമുള്ള ആളാണ് സ്വാമി. പിന്നെ ആണല്ലോ, ശശി തരൂർ വിവരമില്ലാന്ന് ഞാൻ പറയുമോ? ശശി തരൂർ വലിയ വിവരമുള്ള ആളാണ്. അതെ, പക്ഷെ അദ്ദേഹത്തിന് വിവരം ഉണ്ടായിട്ട് നിനക്കെന്ത് കാര്യം? നിന്റെ മണ്ഡലത്തിനെന്ത് കാര്യം? അപ്പോൾ ഒരു അഭിമാനം. എന്താ അഭിമാനം? എൻ്റെ MP അപാര ഇംഗ്ലീഷ് വിദ്വാനാണ്. അതുകൊണ്ട് പൗരനെന്ത് കാര്യം? എൻ്റെ സമയമൊക്കെ നല്ല ചെയ്തൂടെ? തീർച്ചയായിട്ടും ചെയ്യാം. പക്ഷേ ഇത് ഒന്നാമതല്ലല്ലോ, രണ്ടാമതല്ലല്ലോ. എന്ത് ചെയ്തു കേൾക്കട? കഴിഞ്ഞ ടേമിൽ എന്ത് ചെയ്തു, അതിന് മുമ്പത്തെ ടേമിൽ എന്ത് ചെയ്തു? സ്വാമിജിയുടെ അപാര ഇംഗ്ലീഷാട്ടോ. അതായത് ഇംഗ്ലീഷ്, നീ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ക്ലാസ് പോയതാ? നീ MA പഠിക്കാൻ പോയി, ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുകയാണ് സ്വാമിജി. ശരി, ഇതൊക്കെ സംഭവിക്കും. അപ്പം എവിടെയാണ് മനസ്സിനെ സ്ഥാപിക്കേണ്ടത്? പ്രതിപാദനം വേണം. കാരണം പ്രതിപാദനത്തിലൂടെ മാത്രമേ പ്രതിപാദ്യത്തിലേക്ക് എത്തിക്കാൻ പറ്റൂ. അരോചകങ്ങളായ പ്രഭാഷണങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഇപ്പോൾ ഗുരുനാഥൻ ഉപദേശിക്കുന്നത് എത്ര വിദ്വാനായാലും ശരി, ശൈലി അരോചകമാണെങ്കിൽ നമുക്കൊരിക്കലും, അപ്പോൾ പ്രതിപാദനത്തിന് പ്രാധാന്യമുണ്ട്, ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ എവിടെയായിരിക്കണം എത്തേണ്ടത്? പ്രതിപാദ്യത്തിലാണ് എത്തേണ്ടത്. പ്രതിപാദനത്തിൽ കുടുങ്ങിപ്പോകരുത്. അത് ശ്രദ്ധിക്കണം. ഇതാണ് സമാധാനം. നതു ചിത്തസ്യ ലാളന. അപ്പോൾ എന്തായി? ശമം, ദമം, ഉപരതി, തിദിക്ഷ, ശ്രദ്ധ, സമാധാനം, ഇത്രയുമായി. ഇനി അടുത്തത് മുമുക്ഷുത്വമാണ്. ഇപ്പം മുമുക്ഷുത്വം എന്താണ്? മുമുക്ഷുത്വം പറയാണ്, അഹങ്കാരാദിദേഹാന്താൻ ബന്ധാനജ്ഞാനകൽപ്പിതാൻ സ്വസ്വരൂപാവബോധേന മോക്തുമിച്ഛാ മുമുക്ഷുതാ. അഹങ്കാരാദിദേഹാന്താൻ ബന്ധാനജ്ഞാനകൽപ്പിതാൻ സ്വസ്വരൂപാവബോധേന മോക്തുമിച്ഛാ മുമുക്ഷുതാ. ഇവിടെ
ചതുർവിധ സാധന സമ്പത്തിയിൽ നാലാമത്തത് മുമുക്ഷുത്വമാണ്. അഥവാ ഓരോന്നിനെ വേർതിരിച്ച് പറയുകയാണെങ്കിൽ 9ാമത്തെ സാധനയായിട്ട് നമ്മൾ മുമുക്ഷുത്വമാണ് പറയുക. മുമുക്ഷുത്വം, മുമുക്ഷുത രണ്ടും ഒന്ന് തന്നെ. താന്ന് പറയുമ്പോൾ തല് പ്രത്യയം വന്നു, സ്ത്രീലിംഗായി. മറ്റത് ത്വം പ്രത്യയം വന്നു, നപുംസകലിംഗായി. അത്രേ വ്യത്യാസമുള്ളൂ. അർത്ഥം രണ്ടും ഒന്നാ, ഭാവം. അപ്പോൾ മുമുക്ഷുവിൻ്റെ ഭാവം. ആരാ മുമുക്ഷു? സാമാന്യ ഭാഷയിൽ പറഞ്ഞാൽ മോചനം ഇച്ഛിക്കുന്നവനാരോ അവൻ മുമുക്ഷു. മോചനം ഇച്ഛിക്കുന്നവനാണ് മുമുക്ഷു. മോചനം എന്തിൽ നിന്ന് മോചനം? ഏതെങ്കിലും ഒരു ബന്ധനത്തിൽ നിന്നുള്ള മോചനാണല്ലോ, ഇല്ലേ? അല്ലാണ്ട് എന്തിൽ നിന്നാ മോചനം? മുക്തന് മോചനം ആവശ്യമുണ്ടോ? ഇല്ല, മുക്തന് മോചനം ആവശ്യമില്ല. അപ്പം ഏതെങ്കിലും ഒരു ബന്ധനം എനിക്കുണ്ട് എന്ന തിരിച്ചറിവുള്ളവനെ മുമുക്ഷു ആവാൻ പറ്റും. അവനെ മോക്ഷം വേണ്ടു. എനിക്കൊരു ബന്ധമില്ല, ഇവിടെ സുഖം തന്നെ, ഇവിടെ പരമാനന്ദമാണ് എന്നറിയുന്ന ഒരാളോട് പോയിട്ട് എടേ നീ വേദാന്തം പഠിക്കണം, ഈ സംസാരമൊക്കെ ദുഃഖഭൂയിഷ്ടമാണ്, അനിത്യം അസുഖം ലോകം, അതുകൊണ്ട് നീ മിഥ്യാധാരണയിൽ കഴിയാണ്, ശരിയായ മോക്ഷത്തെക്കുറിച്ചുള്ള സങ്കല്പം നിനക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് നിൻ്റെ സുഖമൊന്നും ഒരു സുഖമല്ല എന്ന് പറഞ്ഞ് അവനെ ഇളക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്താവശ്യം ഉണ്ടോ? കുറച്ച് വേദാന്തം പഠിച്ചാലുള്ള കുഴപ്പമാണ്. കയറി ഉപദേശിക്കാൻ തുടങ്ങും, അന്നേരം പോവും. കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം പോവും. ഇതൊന്നും മോക്ഷമല്ലാട്ടോ, ഇതൊക്കെ സാംസാരികമായ വളരെ നശ്വരങ്ങളായ സുഖങ്ങളിലാണ് നിങ്ങൾ കുരുങ്ങിക്കിടക്കുന്നത്, അതിൽ നിങ്ങളെ രക്ഷിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. നിന്നെ ആര് ചുമതലപ്പെടുത്തിയിടേ? ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ആർക്ക് എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഒരു സുഖം ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ എന്നേ, നീ എന്തിനാ ഇളക്കാൻ പോണത്? എന്നാൽ വിവേകത്തിലൂടെ ഇതൊന്നുമല്ല, ഇത് ഞാനൊരു ബന്ധനത്തിലാണുള്ളത് എന്ന തിരിച്ചറിവ് ആർക്കുണ്ടോ അയാളല്ലേ മോക്ഷത്തിന് പരിശ്രമിക്കുക, അല്ലേ? അതെ. യജമാനൻ വിളിച്ചാൽ ഓടി വന്ന് കഴുത്തിങ്ങനെ വെച്ചു കൊടുക്കും, എന്നെ കെട്ടിക്കോളൂന്ന്. ഇല്ല, പശുക്കൾ, കാളകൾ, പട്ടികൾ ഒക്കെ ഉണ്ട്. വിളിച്ചാൽ മതി, കഴുത്ത് വെച്ചോളൂ, എന്നെ കെട്ടിക്കോളൂ. എന്താണ്? ബന്ധനാണ് ഇഷ്ടം. ബന്ധനത്തിന് അതിൻ്റെ സുഖമുണ്ട്. എന്താ ബന്ധനത്തിൻ്റെ സുഖം? മറ്റത് എവിടെയൊക്കെ പോയി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് തിന്നണം, ഇത് ഇവിടെ തന്നെ കിട്ടും, മുമ്പ് തന്നെ പാത്രത്തിൽ വെച്ച് തരും. എന്തൊക്കെയാണത് എനിക്ക് ഇഷ്ടമുള്ളത് അതെല്ലാം മുന്നിൽ തന്നെ തരും. അപ്പോൾ സുഖം. പുല്ല് തരും, ഇല്ലേ? പിണ്ണാക്ക് തരും, വെള്ളം തരും. അപ്പം അതിനെ കഴുത്ത് വെച്ച് കൊടുക്കുക. ഇത് തന്നെയാണ്. ഇത് ബന്ധനാണെന്ന് ഏത് നിമിഷം മനസ്സിലാവണം. അപ്പം പൊട്ടിച്ചോളും, അപ്പം പൊട്ടിച്ചോളും. എടാ, നിന്നെ ഞാൻ ഇത്രയും കാലം നോക്കിയതല്ലേ? നീ എന്നെ നോക്കിയതാണോ? നീ എന്നെ കെട്ടിയിട്ടതാണോ? എന്താണ് സത്യം? എൻ്റെ പ്രിയപ്പെട്ട പട്ടി, ഇത്രയും കാലം നിന്നെ ഞാൻ നോക്കി പരിപാലിച്ചതല്ലേ, പിന്നെ നീ എന്ത് ജങ്ങല പൊട്ടിച്ചോടുന്നു എന്ന് ചോദിച്ചാൽ പട്ടി എന്താ പറയുക? നീ നിൻ്റെ വീട്ടിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടി എന്നെ പുറത്ത് കെട്ടി വെച്ചതല്ലേ? എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ? വലിയ പ്രശ്നമാണ്. അവിടെയാണ് ഇവിടെ സുഖം തന്നെ, അവിടെയും സുഖമെന്ന് കരുതുന്നു, അവിടെയാണ് വരുന്നത്. ഇവിടെ സുഖം തന്നെയാണ്. പിന്നെ സ്നേഹമുണ്ടല്ലോ, സ്നേഹമുണ്ടല്ലോ, വലിയ സ്നേഹമുണ്ട്. ഇല്ലാന്ന് ആര് പറഞ്ഞു? ആര് പറഞ്ഞ സ്നേഹമില്ലെന്ന്? സ്നേഹമുണ്ട്. സ്നേഹം എന്താണ്? സ്നേഹം എന്താ? സ്നേഹം എന്ന് പറഞ്ഞാൽ വൈശേഷികത്തിൽ സ്നേഹം പിണ്ഡീകരണ ഹേതുവാണ്. പിണ്ഡമായിരിക്കാനുള്ള കാരണമാണ് സ്നേഹം. ഓരോ കണത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ലംഘിച്ച് നീ സ്വതന്ത്രമായിട്ട് അങ്ങനെ പോണ്ട, നമുക്ക് കൂടിച്ചേർന്നിരിക്കാം എന്ന മട്ടിൽ പിടിച്ച് കൂട്ടിക്കെട്ടുന്നതാണ് സ്നേഹം. അതുകൊണ്ട് ഇല്ല പറയാൻ പറ്റില്ല. അപ്പോൾ കൊടുക്കണില്ലേ? കൊടുക്കണുണ്ട്, അതിന് വാങ്ങണമുണ്ട്.
കൊടുക്കണേൽ അധികം വാങ്ങണുണ്ട്, ഉറപ്പാണ്. വലിയ പ്രശ്നമാട്ടോ. ഇനിയിപ്പോൾ കൂടുതൽ പറഞ്ഞിട്ട് കുടുംബം കലക്കിയെന്നൊന്നും ആക്ഷേപം നാളെ വരണ്ട. അതുകൊണ്ട് കൂടുതലൊന്നും പറയണില്ല. എന്ത് തന്നെയാണെച്ചാലും കുഴപ്പമില്ല. പൊതുവേ നമുക്ക് ഈ കെട്ട് ഇഷ്ടമാണ്. അതാണ് നമ്മളിങ്ങനെ കഴുത്ത് വെച്ചു കൊടുക്കും. ഒരു കെയർ ഓഫ് എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു കെയർ ഓഫ്. എന്താ അതെ, ഞാൻ ഇന്നാളാണ്. സന്തോഷം, നല്ലത്, നല്ലത് തന്നെ. ഇന്നാളുടെ മോൻ, ഇന്നാളുടെ മോള്, ഇന്നാളെ പത്നി, ഇന്നാളെ പതി, ആരാണോ പ്രസിദ്ധി അയാളുടെ പേരാ പറയുക. ചില കല്യാണക്കത്തൊക്കെ നോക്കിയാൽ ചിരി വരും. അച്ഛൻ്റെ അമ്മേൻ്റെയും പേര് മോളുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഏതോ കാലത്തുപെട്ട തലമുറ ഇന്നാളുടെ പേരക്കുട്ടീൻ്റെ കുട്ടിയാണ്. കാരണം അയാൾ പ്രസിദ്ധനായിരിക്കും, അയാൾ പേര് വെക്കണതാണ് ബ്രാക്കറ്റിൽ. നല്ലത് തന്നെ, അറിയിക്കാൻ നല്ലത് തന്നെ. അപ്പോൾ താല്പര്യം മോക്ഷത്തിനുള്ള ഇച്ഛ എന്ന് പറഞ്ഞാൽ ഞാൻ ബദ്ധനാണെന്ന തിരിച്ചറിവുള്ളവനേ ഉണ്ടാവുള്ളൂ. തിരിച്ചറിവില്ലാത്തവനോട് ഇതൊന്നും പോയി വിളമ്പുകയും ചെയ്യരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ധർമ്മം നമുക്ക് ആരോടും ഉപദേശിക്കാം. ലോകത്തിൽ മുഴുവൻ നിങ്ങൾ ആരടുത്ത് പോയിട്ടും ധർമ്മം ഉപദേശിച്ചോളൂ. പക്ഷെ വേദാന്തം ജിജ്ഞാസുക്കളായി സമീപിക്കുന്നവരോട് ഉപദേശിച്ചാൽ മതി. ഇതാണ് നമ്മുടെ ഒരു അഭിപ്രായം. രണ്ടും ചെയ്യാം, രണ്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം ശങ്കരാചാര്യൻ തന്നെ പറഞ്ഞിട്ട് വേദാന്ത ഡിണ്ടിമാന്നൊക്കെ പെരുമ്പറ മുട്ടി പഠിപ്പിച്ചോളൂ എന്നാണ് പറഞ്ഞത്. വേദാന്തം വരുന്ന ജിജ്ഞാസുക്കളോട് മാത്രമൊന്നുമല്ല, ലോകത്തോട് പെരുമ്പറ മുട്ടി ഉപദേശിച്ചോളൂ. എന്നാലും കുഴപ്പമൊന്നുമില്ല, സ്വീകരിക്കണമല്ലേ സ്വീകരിക്കുള്ളൂ, അത്രയേ ഉള്ളൂ. അതിന് മറ്റൊരു തലം, അത് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടതാണ്. ഈ പറയുന്ന ആളെന്നെ തിരിച്ചും പറയൂ കേട്ടോ. ഇനി ഇത് പറയുമ്പോൾ ഇങ്ങനെ പറയും, ഇനി അത് പറയുമ്പോൾ അങ്ങനെ പറയും. അതുകൊണ്ട് വിരുദ്ധാൻ തോന്നരുത്. പെരുമ്പറ മുട്ടി വേദാന്തം ഘോഷിക്കണമെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഉണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മളൊക്കെ ചെറിയ കുട്ടികളാവുമ്പോൾ സ്ഥിരം കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. എല്ലാ ആഴ്ചയിലും ഉണ്ടാവും. വണ്ടിയിൽ വലിയ കോളാമ്പി പോലത്തെ സാധനം കെട്ടിയിട്ട് അനൗൺസ് ചെയ്യണത്, ഇന്ന സിനിമ മാറുന്നു, പുതിയത്, ഇത്ര ഇടിയുള്ളത്, ഇത്ര ബലാത്സംഗമുണ്ട്, ഇത്ര ഇടിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ അനൗൺസ് ചെയ്യും. നോട്ടീസ് ഇങ്ങനെ വാരി വെതറും. കുട്ടികൾ വണ്ടീൻ്റെ പിന്നാലെ ഓടിപ്പോയിട്ട് ഈ നോട്ടീസുകൾ പിടിക്കും. ഇല്ലേ? ഓർമ്മയില്ല? അയച്ചിട്ട് അത് കേൾക്കണ എല്ലാവരും സിനിമയ്ക്ക് പോവുക? ഇല്ല. പോണവർക്ക് പോവാം, പോണവർക്ക് കാണാം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് പെരുമ്പറ മുട്ടിയാലും ശരി, എല്ലാവരും ഒന്നും വരില്ല. എന്നാലും പെരുമ്പറയൊന്ന് മുട്ടണം അല്ലേ? വേണ്ടതല്ലേ? എന്തായാലും മാസത്തിലൊരു ദിവസമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഒന്ന് പെരുമ്പറ മുട്ടി ഒന്നും കൂടിയൊക്കെ ഒന്ന് അറിയിച്ച് ഒന്നും കൂടി ആൾ കൂടിയാൽ നല്ലതാണ് അല്ലേ? മറ്റേ നമ്മൾ ഒരു പ്രൊഫഷണൽ കേൾവിക്കാർ മാത്രമായി പോകും. കഴിഞ്ഞ മാസവും ഞാൻ സ്വാമീൻ്റെ കേട്ടു, ഈ മാസവും കേട്ടോ, നിനക്ക് തന്നെയാ പണി. ഒന്ന് പെരുമ്പറ മുട്ടി ഒന്ന് അറിയിക്കുക, കുറച്ചും കൂടി എല്ലാവരും ഒന്ന് ഉത്സാഹിക്കുക. എന്തായാലും നടക്കുന്നുണ്ട്. ശരി. അപ്പം ബദ്ധനാണെന്നുള്ളവനെ മോക്ഷേച്ഛ ഉണ്ടാവുള്ളൂ. എന്താണ് ബന്ധനം? അതാണ് അടുത്ത ചോദ്യം. അപ്പോഴാണ് ഇവിടെ പറയുന്നത് അഹങ്കാരാദിദേഹാന്താൻ ബന്ധാൻ. അഹങ്കാരത്തിൽ ആരംഭിച്ച് ദേഹത്തിൽ അവസാനിക്കുന്ന സകല ഉപാധികളുമായുള്ള താദാത്മ്യം. ഇപ്പം നമുക്ക് സ്ഥൂലമായിട്ടുള്ള ബന്ധം എടുക്കാം. ഏറ്റവും സ്ഥൂലമായിട്ടുള്ളത് ഈ ലോകബന്ധം എന്ന് നമ്മൾ പറഞ്ഞിട്ട് പല കെട്ടുപാടുകൾ എന്ന് നമ്മൾ മിക്കവാറും പറയുന്നതൊക്കെ ദേഹസംബന്ധിത്വം ഉള്ളതായിരിക്കും അധികവും. ഇല്ലേ? ഞാൻ ആണാണ്, ഞാൻ പെണ്ണാണ്, അല്ലെങ്കിൽ ഞാൻ ബ്രഹ്മചാരിയാണ്, ഗൃഹസ്ഥനാണ്, വാനപ്രസ്ഥനാണ്, സന്യാസിയാണ്. അപ്പം ഇങ്ങനെയുള്ളതായ
സ്ഥൂല ശരീര സംബന്ധിയായ ഭാവങ്ങളിൽ നിന്നുണ്ടാവുന്ന ബന്ധനങ്ങൾ, അതായിരിക്കും ലോകത്തിൽ ഏറ്റവും അധികമുള്ള ബന്ധനം, അല്ലേ? ശരിയല്ലേ? ആലോചിച്ച് നോക്കൂ. അധികം അതാ ഉണ്ടാവുക. ഇതിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ, വയ്യാട്ടുവോ, തളർന്നു സ്വാമി, ഓടി തളർന്നു, മതിയായി, ഇത്ര കാലം ഓടിയിട്ട് എന്തുണ്ടായി എന്നൊക്കെ ഉള്ള ചിന്തയാണ്. ശരി, അടുത്തത് പ്രാണതാതാത്മ്യം, പ്രാണങ്ങളുമായുള്ള താതാത്മ്യം. പ്രാണങ്ങളിൽ നിശ്ചയമായും കർമ്മേന്ദ്രിയങ്ങൾ വരും. ആ താതാത്മ്യത്തിൽ നിന്നുണ്ടാവുന്ന ബന്ധങ്ങൾ. അടുത്തത് ജ്ഞാനേന്ദ്രിയങ്ങളുമായിട്ടുള്ള, അതിൽ മനസ്സും വരും താതാത്മ്യത്തിൽ, അതിൽ നിന്നുള്ള ബന്ധങ്ങൾ. ഓരോന്ന് ചിന്തിച്ചു നോക്കുക. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇല്ലേ? അതെ, അഹങ്കാരം വരെ അവിടെ പ്രത്യേക ബന്ധമല്ല. അഹങ്കാരം വരെയുള്ളൂ. ഈ ഉപാധികൾ ഉണ്ടാക്കി വയ്ക്കുന്ന ബന്ധങ്ങളാണ്, അഥവാ ഈ ഉപാധികൾ ഹേതുവായി ഉണ്ടാകുന്ന ബന്ധങ്ങളാണ് ഈ കാണാകുന്ന മുഴുവനും. എല്ലാം നമ്മളതിനെ സംസാരബന്ധം എന്ന് പറഞ്ഞോളൂ, എന്ത് വേണമെങ്കിൽ പേര് പറഞ്ഞോളൂ, അതെല്ലാം അഹങ്കാരാദി ദേഹാന്തങ്ങളായ ബന്ധങ്ങളാണ്. മനസ്സ്, ബുദ്ധി തുടങ്ങിയവ പ്രവർത്തിക്കണമെങ്കിൽ അഹങ്കാരം വേണം. അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങി ദേഹാന്തമായിരിക്കുന്ന, ദേഹാന്തം എന്ന് പറഞ്ഞാൽ ദേഹത്തിൽ അവസാനിക്കുന്നതല്ല, ദേഹസംബന്ധിയായി ഉണ്ടാവുന്ന നിരവധിയായ ബന്ധങ്ങളാണ്. അവിടെയൊക്കെ ഈ ബന്ധങ്ങൾക്കൊക്കെ ഒരു പൊതു സ്വഭാവമുള്ളത് അവിദ്യ, കാമ, കർമ്മ. അപ്പം അവിദ്യ, കാമകർമ്മ രൂപമായിരിക്കുന്ന ബന്ധങ്ങൾ, പാരമാർത്ഥിക സത്യബോധമില്ലായ്മ എന്ന അവിദ്യ, അതുകൊണ്ട് തൻ്റെ സത്യചിത്താനന്ദഭാവം അറിയായിക. അപ്പം എന്തായി? ആ സത്യചിത്താനന്ദഭാവങ്ങൾ വളർത്താനുള്ള ആഗ്രഹം, അതിനായിക്കൊണ്ടുള്ള കർമ്മം. ഇതാണ് നമ്മൾ ഈ ചെയ്യുന്ന സകലം. അത് വിഹിതം എന്ന് പറഞ്ഞാലും നിഷിദ്ധം എന്ന് പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും ചീത്ത എന്ന് പറഞ്ഞാലും മുഴുവൻ അത് തന്നെയാണ്. അല്ലെന്ന് ചിന്തിച്ചു നോക്കൂ. ഇങ്ങനെ അവിദ്യാകാമകർമ്മരൂപമായ ബന്ധങ്ങൾ, അഹങ്കാരാദി ദേഹാന്തമായിരിക്കുന്ന ബന്ധങ്ങൾ എല്ലാം, അതിനെ ഭാഷ്യകാരൻ വിശദീകരിക്കുകയാണ്. അജ്ഞാനകൽപ്പിതാൻ, അജ്ഞാനത്താൽ കൽപ്പിക്കപ്പെട്ട ബന്ധങ്ങൾ. കൽപ്പിക്കപ്പെട്ട അവസ്ഥയിൽ അത് തന്നെയാണ്. അത് തെറ്റാന്ന് പറയാൻ പറ്റില്ല. ഒരു കൽപ്പന നിലനിൽക്കുമ്പോൾ അത് തന്നെയല്ലേ? എന്താ അഭിപ്രായം? ഒരാൾ സ്വപ്നം കാണുകയാണ്, ഞാൻ രാജാവാണ് എന്ന് സ്വപ്നം കണ്ടു. ആ സ്വപ്നദശയിൽ അയാൾ രാജാവാണോ അല്ലയോ? അല്ലേ? അതെ, അല്ലാന്ന് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ഭാവത്തോട് നമുക്ക് താതാത്മ്യം വന്നാൽ അത് തന്നെയാണ്. നമ്മളെ ആശുമായിട്ട് വളരെ ബന്ധപ്പെടുന്ന ഒരാളുണ്ട്, വളരെ ബന്ധപ്പെടുന്ന ഒരാൾ. അപ്പം അദ്ദേഹം തമാശയ്ക്ക് ആണെങ്കിലും ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ വളരെ താതാത്മ്യ ഭാവത്തോടു കൂടി അഭിനയിച്ചു ഒരു നാടകത്തിൽ, അങ്ങനെ എൻ്റെ സന്യാസയോഗവും പോയി എന്ന്. അതിൽ സന്യാസം സ്വീകരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അപ്പോൾ ആ ഭാഗം അഭിനയിച്ചപ്പോൾ ഇയാൾ ശരിക്ക് കുറച്ചു നേരം അതായി പോയി ഇത്രേ. അപ്പോൾ എന്നിട്ട് നാടകം ബാക്കിയുള്ള ഭാഗം അഭിനയിക്കാനൊക്കെ പറ്റുന്നില്ല. നല്ല കാലത്തിന് ആരും കൂക്കി വിളിച്ചില്ല, കാരണം സദസ്സ് മുഴുവൻ അതിൽ മുഗ്ധമായിപ്പോയി. ശ്രീരാമകൃഷ്ണദേവനായിട്ടാണ് അഭിനയിക്കുന്നത്. ഇപ്പോൾ തോത്താപുരി സന്യാസം കൊടുക്കുന്ന രംഗം, അതിനെ തുടർന്ന് നിർവികൽപ്പമായിരിക്കുന്ന ഭാവത്തിലേക്ക് പരമഹംസർ പോകുന്ന ഭാഗം, ഈ ഭാഗം അയാൾ അഭിനയിച്ച് അതിനോട് അറിയാണ്ട് താതാത്മ്യപ്പെട്ടു പോയി.
താതാത്മ്യപ്പെട്ട് പോയപ്പോൾ അതിന് ശേഷമുള്ള രംഗം എണീക്കണില്ലാന്ന്. എണീക്കേണ്ട സമയമായിട്ട് എണീക്കണില്ല. അപ്പോഴത്തേക്ക് രംഗത്തിൽ മറ്റേയാൾ വന്നു. അയാൾ സംഭാഷണം തുടങ്ങുകയാണ്, ഇയാൾ അനങ്ങണില്ല. അവസാനം പിന്നെ ഇയാളെ ഉണർത്തിയിട്ടാണ് ഇയാൾ ബാക്കി അഭിനയിക്കുന്നത്. അപ്പം ഇയാൾ പറഞ്ഞു, അതോടുകൂടി എൻ്റെ സന്യാസവും പോയി, പിന്നെ ഞാൻ കല്യാണവും കഴിച്ചു, കുട്ടികളും രണ്ടായി. സന്തോഷം. നമ്മൾ പറഞ്ഞു രണ്ടും കിട്ടിയില്ല, അതും കിട്ടി ഇതും കിട്ടി, പിന്നെ എന്താ, രണ്ടും കിട്ടിയില്ലേ? ഇല്ല. അപ്പം എന്ത് കൽപ്പന ചെയ്തോ അതാണ് നമ്മൾ. ഇവിടെ തന്നെ കോഴിക്കോട് കുതിരവട്ട ആസ്പത്രിയിൽ നിന്ന് തന്നെയാണ് ഒരു അമ്മ എന്നോട് പറഞ്ഞത്, ഞാൻ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയാണെന്ന്. അപ്പോൾ ആ ഉമ്മൻചാണ്ടി അറിഞ്ഞിട്ടും പോലും ഉണ്ടാവില്ല. അതെ ഞാൻ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയാണ്. ഞാൻ പറഞ്ഞു അറിയാമെന്നല്ലാണ്ട് അല്ലാന്ന് പറയാൻ പറ്റുമോ? അല്ലാന്ന് പറഞ്ഞാൽ തല്ലുകൊള്ളില്ലേ? അവർ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയാണല്ലോ. അതെ അല്ല നമ്മളെങ്ങനെ അവരുടെ ഭാവനയിൽ അതെ. ഉമ്മൻചാണ്ടി പാവം അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല. ചിന്തിച്ചു നോക്കുക. തമാശയല്ലത്. താതാത്മ്യം വന്നാൽ അങ്ങനെയാണ്. ഒരു കൽപ്പനയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ അത് തന്നെയാണ്. ഈ ലോകത്തിലുള്ള എല്ലാ ബന്ധങ്ങളും അതിന് അനുബന്ധമായിരിക്കുന്ന വ്യവഹാരങ്ങളും ഈ കൽപ്പനയുടെ ഫലമല്ലേ? അത് ചിന്തിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. പ്രത്യേകിച്ച് കുടുംബമൊക്കെ ആയിട്ട് വന്നവർക്ക് പ്രയാസം ഉണ്ടാവും. അത് കഴിഞ്ഞ് വീട്ടിൽ പോകേണ്ടതല്ലേ? അപ്പോൾ തല്ലും പിടി ഉണ്ടാവില്ല. ഒറ്റയ്ക്ക് വന്നവരാണെന്ന് ധൈര്യമായിട്ട് പറയും. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇത് മുഴുവൻ കൽപ്പനയുടെ മുകളിൽ ഓടുന്നതാണ്. ഒരു കൽപ്പനയുടെ മുകളിൽ ഓടുകയാണ്. അല്ലാണ്ട് എന്താ പറയുക? വേറെന്താ പറയുക? അതെ, ആയിത്തീരാൻ പറ്റും. അതല്ലേ ചോദിച്ചാൽ കൽപ്പന ഇല്ലാണ്ട് ആയിത്തീരാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടാണല്ലോ പറയുന്നത് കൽപ്പന വേണം. കാൽപ്പനികമായ ലോകത്തിൽ കൽപ്പനകൾ തന്നെ വേണം. ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. സൂക്ഷ്മമായി ചിന്തിച്ചു. അപ്പം എന്താണ് കൽപ്പന? അതാണ് ബന്ധാൻ അജ്ഞാനകൽപ്പിതാൻ, അജ്ഞാനത്താൽ കൽപ്പിക്കപ്പെട്ട സകല ബന്ധങ്ങളെയും, അതേതാ? അഹങ്കാരാദി ദേഹാന്തമായിരിക്കുന്ന തത്ഫലമായുണ്ടാകുന്ന സകല ബന്ധങ്ങളെയും സ്വസ്വരൂപാവബോധേനോ, ആര് ഞാൻ എന്ന ബോധത്താൽ, ആരാണ് ഞാൻ എന്ന അറിവിൽ, ആരല്ലയോ അങ്ങനെയുള്ള കൽപ്പനകൾ താനേ കൊഴിഞ്ഞു പോകും. ഇന്നലെ വരെ ഉണ്ടായിരുന്ന എല്ലാ അറിവുകളും ഇന്നത്തെ തിരിച്ചറിവിൽ നഷ്ടമാവും. ഒരു ആചാര്യൻ പറയുന്നൊരു ദൃഷ്ടാന്തമുണ്ട്. എപ്പോഴാണോ ഞാൻ കൗന്ദേയനാണെന്ന ബോധം, ആ നിമിഷം ഞാൻ രാധേയനാണെന്ന ബോധം പോയി. അത് കഴിഞ്ഞാൽ രാധേയനാണെന്ന രീതിയിൽ തന്നെ ജീവിക്കും. ഇപ്പോൾ കർണൻ അങ്ങനെയാ. അദ്ദേഹം ജീവിതം മാറ്റിയിട്ടൊന്നുമില്ല. ഞാൻ രാധേയനാണെന്നുള്ള ഭാവത്തിൽ തന്നെയാണ് കർണൻ ജീവിച്ചത്. പക്ഷേ ഉള്ളിലറിയാം എന്ത്? ഞാൻ കൗന്ദേയനാ. അപ്പോൾ സ്വസ്വരൂപാവബോധേന. ഇനി അയാൾക്ക് എന്ത് പുറത്ത് പറഞ്ഞാലും ഉള്ളിൽ ഞാൻ രാധേയനാണെന്ന ഭ്രമം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. പുറത്തെന്ത് പറഞ്ഞാലും
പുറത്തൊക്കെ പറയേണ്ടി വരും പലതും. കാരണം ഇത്രയും കാലം ഒന്നിച്ചിരുന്നു, ഇനിയിപ്പോൾ അതിന് അനുസരിച്ച് ജീവിക്കണം, യുദ്ധം ചെയ്യണം, ഒക്കെ വേണം. പക്ഷെ ഉള്ളറിയും, ഞാൻ കൗന്ദേയനാണ്, ഞാൻ കുന്തിപുത്രനാണ്. ഞാൻ പത്താമനാണ്, പത്താമൻ ഞാൻ തന്നെ എന്ന തിരിച്ചറിവിൽ പത്താമൻ പോയി എന്നുള്ള ഭ്രമവും ദുഃഖവും ഒക്കെ പോയി. ഇനി എന്നാൽ ദുഃഖിക്കൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിനയിക്കാം, ദുഃഖം അഭിനയിക്കുക, കരയുക, ഒക്കെ ചെയ്യാം. പക്ഷേ ദുഃഖം ഉണ്ടാവില്ല. കാരണം പത്താമൻ ഞാനാണ്. ഒരാളും മരിച്ചിട്ടില്ല, ഒരാളും വെള്ളത്തിലൊഴുകി പോയിട്ടില്ല. സ്വസ്വരൂപാവബോധേന, സ്വന്തം സ്വരൂപാവബോധം കൊണ്ട് ഞാൻ ആരെന്ന ബോധത്താൽ മോക്തുമിച്ഛ, മോചിപ്പിക്കാനുള്ള ഇച്ഛയാണ് മുമുക്ഷുത, മുമുക്ഷുത്വം. അപ്പം ആദ്യഘട്ടത്തിൽ ഇത്ര വിസ്തരിച്ചൊന്നും പറയണ്ട. ഈ സംസാരബന്ധനങ്ങളിൽ നിന്നൊക്കെ മുക്തനാവാനുള്ള ഇച്ഛയാണ് മുമുക്ഷുത്വം എന്ന് പറഞ്ഞാൽ മതി. സൂക്ഷ്മ നിരൂപണത്തിലാണ് ഈ ഒരു വാക്യം വരുന്നത്. വ്യക്തമാണല്ലോ. ഇങ്ങനെ സാധനാ സമ്പത്തി പറഞ്ഞു. ഈ സാധന സമ്പത്തോട് കൂടിയവരാണ് ഇവിടെ അധികാരി. ഈ സമ്പത്തോടു കൂടിയവർക്ക് എങ്ങനെയാണ് ആത്മബോധം? ഇതാണ് തുടർന്നുള്ള ചർച്ചാ വിഷയം. അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തൽക്കാലം നമുക്ക് ഉപസംഹരിക്കാം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ നമഃ. ഓം.